ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല പഴുത്ത ഏത്തപ്പഴം കൊണ്ട് ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ആട്ടോ ഉണ്ടാക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണണം. അതുപോലെ വീഡിയോ കാണുന്നവരാരും ഒന്ന് ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്കുള്ള പ്രചോദനം. അതുകൊണ്ട് തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും വേണം, മറക്കല്ലേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനായി ഞാൻ എടുത്തേക്കുന്നത് 3 പഴുത്ത ഏത്തപ്പഴം ആട്ടോ. ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ഒന്നെടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ ഏത്തപ്പഴം 2ആയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. ഇതിന് നീളത്തിൽ 3 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് കട്ടിയും വേണ്ട, എന്നാൽ ഒരുപാട് തിന്നായും പോകരുത്. ഈ ഒരു രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ പഴവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പഴം മുക്കി പൊരിക്കാനായിട്ട് നമുക്ക് മുട്ടയുടെ ഒരു മിക്സ് ഉണ്ടാക്കാം. ഇതിനായിട്ടൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിൽ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു 3 ടീസ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നും കൂടെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പഴം നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഒരു പീസ് പഴം മൈദക്കകത്ത് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ആദ്യമേ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുക്കാം. ഇനി ഇത് ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ എല്ലാ പഴവും നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റും കേട്ടോ ഇതിനുള്ളത്. ഇതിപ്പം എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഡീപ്പ് ഫ്രൈയും ഷാലോ ഫ്രൈ ഒക്കെ ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് ഓരോ പീസ് പഴം ഇട്ട് കൊടുക്കാം. കുറച്ച് വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. എപ്പോഴും നമ്മൾ പഴുത്ത പഴം കൊണ്ട് കൂടുതലും പഴംപൊരിയൊക്കെ അല്ലേ ഉണ്ടാക്കാറ്. ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് വല്ലപ്പോഴും ഉണ്ടാക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും, കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരി മാറ്റാം. നല്ല ചൂട് ചായക്കൊപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, അടിപൊളി ആട്ടോ അന്നത്തെ ദിവസം. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ വിലയേറിയ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കണം. ഒരു സ്മൈലി എങ്കിലും അയക്കണം കേട്ടോ. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.